നിങ്ങളോടുകൂടെയും ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവൻ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു വന്നപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധചിത്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബെൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയില്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൗനം വിദ്വാന് ഭൂഷണമെന്നൊക്കെ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിശബ്ദത എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീന മേഖലകളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പറയേണ്ടത് പറയാതിരിക്കുമ്പോൾ, തിന്മ കണ്ടിട്ടും നാം ജീവിതത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും നാം ആയിരിക്കുന്ന അവസ്ഥയിലുമൊക്കെ തിന്മ വളർന്ന് പടർന്ന് പന്തലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ, നിയമപാലകരുടെ മുമ്പിൽ, കോടതി മുറികളുടെ മുമ്പിലൊക്കെ നമ്മൾ പാലിച്ച നിശബ്ദത, നിഷ്കളങ്കരുടെ ജീവിതത്തിൽ അവരെ ക്രൂശിക്കപ്പെടുന്ന അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിശബ്ദതയുടെ മറവിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ തിന്മയുടെ സ്വാധീന ശക്തികൾ വളരുകയാണ്. പറയേണ്ടവ പറയേണ്ടടുത്ത് പറയാതെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ പോയി പറയുക എന്ന ചില മനോഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയാതെ നിശബ്ദത പാലിക്കുകയും, എന്നാൽ പറയരുതാത്ത സ്ഥലങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുന്ന് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും തിന്മയുടെ, ഊമതയുടെ ഒരു സ്വാധീന ശക്തി, പൈശാചിക തിന്മയുടെ ശക്തികൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ വളർത്തി വലുതാക്കുകയാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പോലും ക്ഷയിപ്പിക്കുവാൻ കഴിയുന്ന ചില പാട്ടുകളും സിനിമകളും മറ്റ് കലാരൂപങ്ങളുമൊക്കെ വിശ്വാസത്തെ അടിച്ചമർത്തുന്ന, ക്ഷയിപ്പിക്കുന്ന ചില സ്വാധീന ശക്തികൾ സമൂഹത്തിൽ വളർത്തുമ്പോൾ എനിക്കൊന്നും അറിയണ്ട, ഇതൊന്നും എന്നെ സ്വാധീനിക്കുന്നവയല്ല,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിശബ്ദതയുടെ ലോകം നമ്മൾ പണിതുയർത്തുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അന്ധകാര സ്വാധീന ശക്തികൾ, തിന്മയുടെ ലോകം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പതുക്കെ അത് നമ്മുടെ ജീവിതത്തിലേക്കുമൊക്കെ കടന്നു വരുവാനും നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനുമൊക്കെ ശക്തിവത്താണ്. അതുകൊണ്ടാണ് സാത്താൻ്റെ സ്വാധീന മേഖലകൾ ശക്തമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണമെന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്തും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്തും എങ്ങനെയും ആയിക്കോട്ടെ എന്നൊക്കെയുള്ള മനോഭാവങ്ങൾ നമ്മൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, സാത്താൻ്റെ അതിർത്തികൾ നമ്മൾ വിസ്തൃതമാക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളെയുമൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ശക്തമായ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗ പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ വലിയ ശക്തനാണ്, എൻ്റെ ഉള്ളിലുള്ള കർത്താവ് പുറമേയുള്ളവരെക്കാൾ ശക്തനാണ് എന്ന ബോധ്യം നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, തിന്മയുടെ സ്വാധീന മേഖലകൾ, അതിൻ്റെ അതിർത്തികളൊക്കെ വിസ്തൃതമാക്കുന്നതിനപ്പുറം അവയോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഏറ്റുമുട്ടുകയും സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ബഹിഷ്കരിക്കുവാനായിട്ട് സാധിക്കുകയുമൊക്കെ ചെയ്യും. നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോയുടെ ആ വലിയ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയുടെ തണലിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. തീർച്ചയായിട്ടും ആത്മാവിൻ്റെ ശക്തി നമ്മളെ നയിക്കുമ്പോൾ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഷ്പ്രേരണകളാൽ നിങ്ങൾ ചരിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിൻ്റെ വചനം പാലിക്കാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ സാത്താൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാൽ ചരിക്കപ്പെടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ജെറമ്യ പ്രവാചകൻ പറയുന്നത് പോലെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഈ ചിന്തകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.